കാരണം നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം കൈലാസം എന്ന് പറയുന്നത് ശിവൻ്റെ ഒരു കേന്ദ്രം എന്ന നിലയിൽ വലിയ പ്രാധാന്യമുണ്ട്, ചരിത്ര പ്രാധാന്യമുണ്ട്, ദൈവികമായ പ്രാധാന്യമൊക്കെ ഉണ്ട്. അവിടേക്കൊരു ടൂർ പോവുക, അല്ലെങ്കിൽ ഒരു സഞ്ചാരത്തിലേക്ക് പോവുക, വിശ്വാസം കൊണ്ട് പോകുന്ന അങ്ങനെ ഒരു സ്കീം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ 2000-ന് ശേഷം അതിനകത്ത് പല നിബന്ധനകൾ അല്ലെ പ്രതികൂലമായ ഘടകങ്ങൾ വന്നു. അത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള തർക്കം തന്നെയാണ്. ഇപ്പോൾ അതൊക്കെ മാറി പകരം ഇപ്പം ഷീ ജിൻപിങ് മോദിയെ കണ്ട ഉടനെ കെട്ടിപ്പിടിക്കുന്നു, നല്ല ബന്ധങ്ങൾ നോക്കുന്നു, അതിർത്തിയിൽ നിന്ന് ചൈനീസ് സേന പിന്മാറുന്നു, 2000-ന് മുമ്പുള്ള തൽസ്ഥിതി തുടരാമെന്ന് പറയുന്നു. അപ്പോൾ ഈ പറയുന്ന കൈലാസ മാനസ സരോവർ ആ യാത്ര അതിനനുകൂലമായിരിക്കും ഇനിയുള്ള കാലം? അത് തീർച്ചയായിട്ടും വരും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് ആ യാത്ര പുനരാരംഭിക്കാൻ പറ്റും. 4 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്ന കൈലാസയാത്ര മലയാളികളടക്കം ധാരാളം വിശ്വാസികൾ പുണ്യസങ്കേതം എന്ന നിലയിലും അല്ലാതെ വെറും തീർത്ഥാടന കൗതുകത്തോടെയും പോകുന്ന സ്ഥലമാണ്. ഇപ്പോൾ ടിബറ്റിലെ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ടിബറ്റിലാണ് ആദിയോഗിയുടെ ഇരിപ്പിടം. അബോർഡ് ഓഫ് ശിവ എന്ന സ്ഥലമാണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പുണ്യ സ്ഥലമാണ്. നമ്മൾ ONVയുടെ വളരെ പ്രസിദ്ധമായ പാട്ടുണ്ടല്ലോ, അതല്ല മറ്റേ പാട്ട് ഓർക്കുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ വളരെ പ്രസിദ്ധമായ സിനിമ മറ്റേ കുമാരസംഭവത്തിലെ പാട്ട്. അപ്പോൾ അത് പോലുള്ള ഒരു പുണ്യസ്ഥലവും മനോഹരമായ സ്ഥലവുമാണ് കൈലാസം. കൈലാസ യാത്ര, ആ യാത്ര തന്നെ ഒരു വലിയ അനുഭവമാണ്. പോയിട്ടുള്ളവർ, ഞാൻ പോയിട്ടില്ല, പോയവർ പറയുന്നത് കേൾക്കാൻ. അത് നമുക്ക് ഈ ബോർഡർ ഇഷ്യൂ വന്നപ്പോൾ, ലഡാക്കിലെ സ്റ്റാൻഡ് ഓഫ് വന്നപ്പോൾ 2 സേനകളും ഇങ്ങനെ പിരിമുറുക്കത്തോടെ ഒരു വാർ ഓഫ് നാരോസ്, മാത്രമല്ല ആക്ച്വൽ ഫിസിക്കൽ വാർ തന്നെ ഉണ്ടായി. ഇന്ത്യയിലെ 20 ഭടന്മാർ ഉന്തലിലും തള്ളിലും മരിച്ചല്ല, മുഷ്ടി യുദ്ധത്തിൽ മരിച്ചു. അപ്പോൾ ചൈനയിലെ കുറേ ഭടന്മാർക്കും ആൾനാശം ഉണ്ടായി. അപ്പോൾ അതേ തുടർന്ന് നമ്മുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുകയും 2 രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ സംഘർഷം ഉടലെടുക്കുകയും ആ ഒരു വാർ ഓഫ് നാരോസ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ബ്രിക്സ് സമ്മേളനത്തിൽ മോദി ഷീ കൂടിക്കാഴ്ച നടന്നു റഷ്യയിൽ വെച്ച്. അപ്പോൾ അതോടെ മഞ്ഞുരുകാനുള്ള എല്ലാ വഴികളും തെളിഞ്ഞു. അതിനു മുമ്പ് തന്നെ ബോർഡറിൽ നിന്ന് സേനകളെ പിൻവലിക്കാനുള്ള തീരുമാനവും വന്നു. അങ്ങനെ കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഇന്ത്യ ചൈന ബന്ധങ്ങളിൽ വലിയ ഒരു ആശ്വാസകരമായ ഒരു മാറ്റം വന്നു തുടങ്ങി. അത് ശുഭതർക്കമാണ്. കാരണം ചൈന ഒരു വീണ്ടും വിചാരത്തിന് നിർബന്ധിതമായി. ഇന്ത്യയും ചൈനയും എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ 2 വൻ ശക്തികളാണ്. ഈ 2 രാജ്യങ്ങളിലെയും ജനങ്ങളെന്ന് പറയുന്നത് ലോകത്തിൻ്റെ 6-1. അത് ഒരു വൻ ശക്തിയാണ്. അത് പുതിയ ജിയോ പൊളിറ്റിക്സിൽ ഈ ശക്തിയെ തോൽപ്പിക്കാൻ ലോകത്തിൽ വേറൊരു ശക്തിക്കും പറ്റില്ല. അപ്പോൾ അമേരിക്ക ചൈന ബന്ധം ദൈനംദിനം വഷളാകുന്ന ഒരവസ്ഥയിൽ, പ്രത്യേകിച്ചും അവരുടെ ട്രേഡിലെ ഒക്കെ ഇഷ്യൂവിൽ, അപ്പോൾ ഇന്ത്യയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നത് എല്ലാ അർത്ഥത്തിലും ചൈനയ്ക്കും ഗുണകരമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞുരുകൽ അത്യന്താപേക്ഷിതമാണെന്ന് ചൈനയിലെ ഭരണകൂടത്തിന് തോന്നി, പ്രത്യേകിച്ചും ഷീയെ പോലുള്ള ഒരു പ്രായോഗികവാദിക്ക്. അപ്പോൾ ഇന്ത്യക്ക് സഹവർത്തിത്വം എപ്പോഴും സ്വാഗതം ചെയ്യുന്നൊരു രാജ്യമാണ്. അത് നമ്മുടെ മുൻ നെഹ്റു ഭരണകാലം മുതലേ പഞ്ചശീലം സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെ നാടാണ്. അങ്ങനെ അതിൽ പഞ്ചശീലമൊക്കെ ഉണ്ടായത്. ആ പഞ്ചശീലമൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് പിന്നീട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ചൈന ഇന്ത്യയോട് സ്ഥായിയായ ഒരു വിരോധം വളർത്തുകയും ഇന്ത്യക്ക് ചുറ്റും ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പാഴ്ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. എന്തെല്ലാം കാര്യങ്ങളിൽ അവർ ഇന്ത്യക്ക് അലോസരമുണ്ടാക്കുന്ന പ്രവൃത്തികൾ മാലിദ്വീപ്, ശ്രീലങ്ക, മ്യാൻമർ, പാകിസ്ഥാൻ ഇതൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെയൊക്കെ ദുർബല ഗവൺമെൻറ്റുകളെ ഉപയോഗിച്ച് ചെയ്തു. പക്ഷേ ഇന്ത്യ അതൊക്കെ സാഹൂദം സഹിഷ്ണുതയോടെ നേരിടുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചൈനയിൽ നിന്നും അല്ല അനുകൂലമായ ഒരു ഗസ്റ്റർ വന്നപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനോട് സഹകരിച്ചു. അത് അങ്ങനെ സഹകരിക്കുക എന്ന നല്ല അയൽബന്ധം സൂക്ഷിക്കുക എന്നത് ഇന്ത്യയുടെ ഒരു നയമാണ്. അപ്പം പ്രത്യേകിച്ചും മോഡി ഗവൺമെൻറ് ഇങ്ങനെ വന്നപ്പോൾ ഒക്ടോബറിലെ ആ നീക്കം ഇന്ത്യ സ്വാഗതം ചെയ്തു. അങ്ങനെ 2 രാജ്യങ്ങളും ലഡാക്കിലെ ഈ അതിർത്തി രേഖയിൽ നിന്നും 2 ഭാഗത്തെയും സൈന്യം പിൻവാങ്ങി. അപ്പോൾ പിന്നെ
സംഭാഷണം എളുപ്പമായി. അതെ, സംഭാഷണം എളുപ്പമായി കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ രണ്ട് രാജ്യത്തെയും അജിത് ഡോവലും അപ്പോൾ ഇവർ രണ്ടും കൂടെ കൂടിക്കാഴ്ച നടത്തി അടുത്തതിൻ്റെ പ്രോഗ്രാം തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും അവർ ഓഫർ ചെയ്ത നിർദ്ദേശങ്ങളും താരതമ്യപ്പെടുത്തി ഇന്ത്യക്ക് വേണ്ടത് വളരെ സൂക്ഷിച്ചാണ് ഇന്ത്യ പോകുന്നത്. അജിത് ഡോവലൊക്കെ പോകുമ്പോൾ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് നോക്കും. കുശാഗ്ര ബുദ്ധിയോടെ ആയിരിക്കില്ല. ഇലക്ട്രോണിക്സ് ത്രാസാണ്. അപ്പോൾ തൂക്കി അളന്നാണ് പുള്ളി ഓരോ കാര്യം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ തരത്തിൽ നമുക്കൊരു 5 പോയിന്റിൽ ഇന്ത്യയും ചൈനയുമായി യോജിച്ചു പോകാവുന്ന ഒരു വർക്കിംഗ് ഫോർമുല ഉണ്ടാക്കി. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കൈലാസ യാത്ര, മാനസരോവർ കൈലാസ യാത്ര. അത് ഇനി ഇന്ത്യൻ പിൽഗ്രിംസിന് തുറന്നു കൊടുക്കുക. കാരണം ഇന്ത്യയിലെ ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല, ഈ ഹിമാലയ യാത്ര ഇഷ്ടപ്പെടുന്നവരെല്ലാം സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. തെക്കേയറ്റം കേരളത്തിൽ നിന്ന് പോലും എല്ലാ വർഷവും കൈലാസയാത്ര നടത്തുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ പിൽഗ്രിം ടൂറിസത്തിൻ്റെ പ്രണേതാക്കൾക്കും ഇതൊരു വലിയ അവസരവും സന്ദർഭവുമാണ്. അപ്പം ചൈന ശരിക്കും പറഞ്ഞാൽ കൈലാസത്തിലേക്ക് പാത വെട്ടുന്നു ഇന്ത്യക്കായി, അങ്ങനെ പറയാം അല്ലേ? അവർ മുടങ്ങിക്കിടന്നത് പുനരാരംഭിക്കുകയാണ്. അപ്പോൾ ഈ ടിബറ്റ് നമുക്ക് ഒരു സെൻസിറ്റി ഏരിയയാണ്. അപ്പോൾ ദലൈലാമയുടെ കാലം മുതലേ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ഇഷ്യൂ എന്നതാണ്. അപ്പോൾ അവിടെ ഒരു പരസ്പരം സഹകരിക്കാൻ ജനങ്ങൾക്കൂടെ അവസരം തുറന്നു കിട്ടുന്നതോടെ ഈ രാജ്യങ്ങൾക്കിടയിലുള്ള എന്തെങ്കിലും തർക്ക വിഷയമുണ്ടെങ്കിൽ അത് ഭാവിയിലും തീരാൻ എളുപ്പമാണ്. പിന്നെ കൂടാതെ ഭൂട്ടാനിലെ അതിർത്തി പ്രദേശമായ നമ്മുടെ നതുല്ല പാസ് ഉണ്ട്, നതുല്ല പാസ്. അതുവഴിയാണ് ഈ ടിബറ്റിലൂടെ ചൈനയുമായിട്ടുള്ള നമ്മുടെ ട്രേഡ് റൂട്ടാണത്. അതും തുറക്കുകയാണ്. പണ്ടത്തെ പ്രധാനപ്പെട്ട ഒരു യുദ്ധം നടന്ന സ്ഥലമാണ്. ഇന്ത്യ ചൈന വാറിലെ ഒരു പ്രധാന പോയിൻ്റായിരുന്നു നതുല്ല പാസ്. അവിടെ പിന്നെ വി കെ കൃഷ്ണമേനോൻ, നെഹ്റു ഒക്കെ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മാരകമൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ അവിടെ 2004 പോയി നേരിട്ട് കാണുകയും ചെയ്തു. ആ സ്ഥലത്ത് പോയിട്ടുണ്ട്, നതുല്ല പാസിൽ. അപ്പോൾ അത് സിക്കിമിന്ന് നമ്മുടെ ജീപ്പിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിക്ക് മലയാളി ആയ ക്യാപ്റ്റന്മാരൊക്കെ വീണ് മരിച്ച സ്ഥലത്തെ സ്മാരകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവിടെയൊക്കെ പുഷ്പേക്കറൊക്കെ അർപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചൈന ശരിക്കും എന്ന് പറഞ്ഞാൽ ഒരു ട്രേഡ് അല്ലേ, ട്രേഡിന് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇന്ത്യയും ഈ പറയുന്ന കച്ചവടത്തിലേക്ക് ഉയർന്നു വരുന്നൊരു രാജ്യമാവുകയും സൈനികപരമായി ഇന്ത്യക്ക് അമേരിക്കയുടെയും റഷ്യയുടെയും ഉൾപ്പെടെയുള്ള പിന്തുണ നൽകുകയും ചെയ്തപ്പോൾ ഇനി ഇന്ത്യയുമായി കൊമ്പ് കോർക്കുന്നത് നല്ലതല്ല എന്ന് ചൈന തിരിച്ചറിയുന്നു അല്ലേ? മാത്രമല്ല ചൈനയിൽ ട്രേഡ് നടത്തിയ റഷ്യയും ഫ്രാൻസും അതുപോലെ റഷ്യയും ഒക്കെ അവിടെ നിന്ന് പതുക്കെ പിൻവാങ്ങുകയും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയുമായിട്ടൊരു സ്പർദ്ധ വെച്ചുകൊണ്ട് നടക്കുന്നത് ആ രാജ്യത്തിന് സാമ്പത്തികപരമായിട്ടൊട്ടും നല്ലതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു ഒത്തുതീർപ്പ് നടത്തിയാൽ, അല്ലെങ്കിൽ ചൈന അനാവശ്യമായി ഇന്ത്യ കയറി ചൊറിയുന്ന ഒന്ന് നിർത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാം. അതായിരിക്കും ഇപ്പോഴത്തെ ഈ നീക്കത്തിൻ്റെ പിന്നിൽ. പക്ഷേ ആത്യന്തികമായി നമുക്ക് ചൈനയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചപ്പോഴൊക്കെ നമുക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. അതിപ്പോൾ മാത്രമല്ല, പിന്നെ അവർക്ക് സാമ്പത്തിക താല്പര്യങ്ങൾ, സിനുജി പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഈ ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു നല്ല വിപണിയായിരുന്നു ഇന്ത്യ. അതെ, അത് ഈ കോവിഡ് കാലത്ത് നമ്മൾ കുറേ കട്ട് ചെയ്തു. അതെ, ഏകദേശം നമ്മുടെ മൊത്തം ഇറക്കുമതിയിലൊരു 40% ചൈനീസ് ഉൽപ്പന്നങ്ങളായിരുന്നു. ലോകത്ത് എന്ത് സാധനം വേണമെങ്കിലും ചൈനീസ് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുമല്ലോ. അതിപ്പോൾ ലോകത്ത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ആ സ്ഥിതിയാണ്. ചീപ്പ് റേറ്റ് കിട്ടുകയും ചെയ്യും. അവർ ചീപ്പൊന്നും അല്ല, ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളും ഉണ്ട്. ഇന്ത്യക്ക് ആ ചീപ്പ് സാധനം ആവശ്യമായതുകൊണ്ട് ചീപ്പ് റേറ്റ് അവർ 2-3 തലത്തിലുള്ള സാധനങ്ങളായിരിക്കും ഉണ്ടാക്കുന്നത് അല്ലേ? ഇന്ത്യയുടെ എക്കണോമി, ഇവിടുത്തെ ജനങ്ങളുടെ ടേസ്റ്റും ഒക്കെ മനസ്സിലാക്കി നമ്മുടെ ഈ ദൈവങ്ങളുടെ പടങ്ങളെല്ലാം ചൈനയിൽ നിർമ്മിച്ചു. ഈ ശിവകാശി കലണ്ടറിലെ പണ്ടത്തെ ഈശ്വരന്മാരുടെ ചിത്രങ്ങളില്ലേ, ഇതെല്ലാം ചൈനയിൽ അച്ചടിച്ച് വളരെ ചീപ്പായിട്ട് ഇവിടെ കൊണ്ടുവരുന്നു ആണല്ലേ? അപ്പോൾ അവർ കൈവയ്ക്കാത്ത ഈ ഏരിയ ഇല്ല. നമുക്ക് അത്ഭുതം തോന്നും. ഇത്ര നിസ്സാര കാര്യങ്ങൾ വരെ ചൈന ഉണ്ടാക്കി ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ട്രെൻഡ് പഠിച്ചിട്ട് അവർ നമ്മളെക്കാളും നമ്മുടെ മാർക്കറ്റ് ഗവേഷണം ചെയ്ത് മനസ്സിലാക്കിയവരാണ്. അതിൻ്റെ ഈ ആളുകളുടെ
സൈക്കോളജി മനസ്സിലാക്കിയിട്ടല്ലേ? അതനുസരിച്ച് അപ്പോൾ ഇതൊരു വലിയ വിപണിയാണെന്ന് അവർ എന്തോ തിരിച്ചറിഞ്ഞു അല്ലേ? അതെ ആണല്ലോ. നമ്മൾ 1.5 കോടിയോളം അല്ല 150 കോടിയോളം ജനങ്ങളല്ലേ. അതെ. അപ്പോൾ ഈ ഏകദേശം അത്രയും തന്നെ ജനങ്ങളുള്ള ചൈന എന്ന് പറഞ്ഞാൽ 300 കോടി ജനങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് വേറെ എവിടെ ആയിരിക്കുന്നു? എൻ്റെ യൂറോപ്പിനേക്കാൾ വലുതല്ലേ നമ്മൾ. അപ്പോൾ ആ തരത്തിൽ ഈ ഉള്ളൊരു വലിയ ശക്തിയാണ്. അപ്പോൾ പർച്ചേസിങ് കപ്പാസിറ്റിയിൽ പിന്നെ ഇന്ത്യക്കാരൻ്റെ വരുമാനം കൂടി പണ്ടത്തെ കണക്കല്ലല്ലോ നമ്മൾ. ആളോഹരി വരുമാനം നോക്കി നല്ല വ്യത്യാസം, വളരെ വ്യത്യാസമുണ്ട്. പർച്ചേസിങ് കപ്പാസിറ്റി കൂടി, അപ്പോൾ വിപണി ശക്തിപ്പെടുകയാണ്. പിന്നെ ചൈനയ്ക്ക് മനസ്സിലായി നമ്മൾ ഇന്ത്യ കളിച്ച് നിന്നാൽ അവർക്ക് നഷ്ടം വരുന്നു. നിക്ഷേപകർ പലരും ചൈനയെ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരുന്നു, അന്തരീക്ഷം ഇവിടെ ബെറ്റർ ആകുമ്പോൾ. അപ്പോൾ അതും അവർക്ക് ഒരു തലവേദനയായി. അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് സൗഹൃദത്തിൽ പോകുന്നതാണ് വിരോധിച്ച് നിൽക്കുന്നതിനേക്കാൾ സാമ്പത്തിക ഗുണം എന്നും കൂടിയുള്ള തിരിച്ചറിവും വിവേകവുമാണ് ചൈനയിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന മാനസ സരോവർ അല്ലെ കൈലാസ യാത്രയ്ക്ക് ചൈനയും ഇന്ത്യയും തമ്മിലൊരു യോജിപ്പിലെത്തുന്നത് നല്ലത് തന്നെയാണ് നമുക്കല്ലേ. നമ്മുടെ തീർത്ഥാടകർക്കും നമ്മൾക്ക് വിശ്വാസികളായ കുറേ ആൾക്കാർക്കൊക്കെ അത് നല്ലത് തന്നെയാണ്. മാത്രമല്ല ഇതിലൂടെ ഈ മഞ്ഞുമലയിൽ വെച്ച് തന്നെ മഞ്ഞുരുകൽ ഇനിയും നടക്കട്ടെ എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലേ. അപ്പോൾ എന്തായാലും പുതിയൊരു നീക്കം ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. അങ്ങനെ വരട്ടെ, കൈലാസത്തിലേക്ക് കൂടുതൽ ആളുകൾ പോട്ടെ. 2000 ശേഷം അതായത് 14 വർഷത്തിന് ശേഷമാണ് ഇത്തരം ഒരു നീക്കം നടക്കാൻ പോകുന്നത് അല്ലേ. അതെ, ഓം നമഃശിവായ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.